പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ ചില മഹാന്മാരുടെ ജാറത്തിൽ പോയി ബറക്കത്തെടുക്കുന്നു. ഗൾഫിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ദൂരയാത്രയാണ്, അല്ലെങ്കിൽ ഹജ്ജിന് പോവുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മക്ബറകളിൽ പോയി, ജാറങ്ങളിൽ പോയി അവിടെയുള്ള മഹാന്മാരുടെ ബറക്കത്തെടുക്കുവാൻ പലപ്പോഴും മഹാന്മാരായ ആളുകളോട്, ആ ഖബറിലുള്ള ആളുകളോട് തന്നെ തങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നു, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും തങ്ങൾക്ക് കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് നൽകുവാനും വേണ്ടി ദുആ ചെയ്യുന്നു. ഇങ്ങനെ അത്യന്തം അപകടകരമായ ചില അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ നമുക്ക് ഗൗരവതരമായ ചില കാര്യങ്ങൾ സമൂഹത്തെ ഓർമ്മപ്പെടുത്താനുണ്ട്. ഇത് പ്രവർത്തിക്കുകയും ഇതിന് പ്രചോദനം നൽകുകയും ചെയ്യുന്ന ആളുകളോട് ചോദിക്കാനുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ നിന്നാണ് ഈ ജാറത്തിൽ പോകുന്ന സമ്പ്രദായം നമുക്ക് ലഭിച്ചിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ചെറുതും വലുതുമായ ഒരുപാട് വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിലെവിടെയെങ്കിലും മഹാന്മാരുടെ ഖബറുമായി ബന്ധപ്പെട്ട് ബറക്കത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കാണാൻ സാധിക്കുമോ? ഒട്ടനവധി അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ അമ്പിയാക്കളുടെ ഖബറുമായി ബന്ധപ്പെട്ട്, ജാറവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് വല്ലതും ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് സൂചന ലഭിക്കുകയില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വിഷയം എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിലില്ല? എന്നിരിക്കെ ഈ ജാറത്തിൽ പോയി, മഹാന്മാരായ ആളുകളുടെ ജാറത്തിൽ പോയി ബറക്കത്തെടുക്കുന്ന, അവിടെ സുജൂദ് ചെയ്യുന്ന, അവിടെ തവാഫ് ചെയ്യുന്ന, അവരുടെ ഹക്ക് ജാഹു ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്ന, അവരോട് തന്നെ നേരിട്ടെല്ലാം ചോദിക്കുന്ന ഈ സമ്പ്രദായം നമുക്ക് എവിടെ നിന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് കടന്നു വന്നു. ആ പ്രവാചകൻ പറഞ്ഞത്, ആകാശത്തിന് കീഴെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വിഷയവും പറഞ്ഞു തരാതെ ഞാൻ വിട്ടുപോയിട്ടില്ല എന്നാണ്. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയെങ്കിൽ ആ പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മഹാൻ്റെ ഖബറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിർദ്ദേശം മുസ്ലിം ഉമ്മത്തിന് നൽകിയിട്ടുണ്ടോ? ഇന്ന പ്രവാചകൻ്റെ ഖബർ നമുക്ക് സന്ദർശിക്കാം, ആ ഖബറിൽ പോയി നമുക്ക് ബറക്കത്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബറക്കത്തെടുക്കുക മഹാന്മാരുടെ ഖബർ കൊണ്ട്, ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ പോയി അവിടെ സുജൂദ് ചെയ്യുവാൻ, അവിടെ തവാഫ് ചെയ്യുവാൻ, അവിടെ പോയി ബറക്കത്തെടുക്കുവാനുള്ള ഒരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ടോ? അന്താരാഷ്ട്ര വിഷയങ്ങൾ മുതൽ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള കാര്യങ്ങൾ വരെ കൃത്യമായി പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തുകൊണ്ടാണ് ജാറവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചില്ല? സ്വഹാബികൾക്കത് മനസ്സിലാക്കി കൊടുത്തില്ല. ഒരു സ്വഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നിലക്ക് ബറക്കത്തെടുക്കുന്ന കാര്യം ഒരു സ്വഹാബിയും എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് സ്വഹാബികൾ മഹാന്മാരായ ആളുകളുടെ ഖബറുകളെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളാക്കി ആളുകളെ അങ്ങോട്ട് ക്ഷണിച്ചില്ല, ആളുകളെ അങ്ങോട്ട് ആകർഷിച്ചില്ല? നമുക്കറിയാം, പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ തലമുറകളിൽ വെച്ച് ഏറ്റവും നല്ല തലമുറ സ്വഹാബത്തിൻ്റെ തലമുറയാണ്. ഖുലഫാ ഉർ-റാഷിദീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗത്ഭരായ സ്വഹാബികൾ, 4 ഖലീഫമാർ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ, ഈ സ്വഹാബികളുടെ എല്ലാം ഖബറുകളുണ്ടല്ലോ. അത് കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ട് ജാറങ്ങളുണ്ടായിരുന്നോ? നേർച്ചകളുണ്ടായിരുന്നോ? അവിടേക്ക് ബറക്കത്തെടുക്കാൻ വേണ്ടി താബീയങ്ങളോ തബഉ താബീയങ്ങളോ യാത്ര ചെയ്തിരുന്നോ? ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നോ? അവരുടെ ഹജ്ജ് യാത്രകൾ അവിടെ നിന്നായിരുന്നോ തുടങ്ങിയിരുന്നത്? അവർ ആ നിലക്ക് മക്കാമുകൾ ഉണ്ടാക്കി അവിടെ സന്ദർശനം നടത്തുന്നവരായിരുന്നോ? പരിശോധിക്കുക. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കാത്ത, പ്രവാചകന്മാരോ സ്വഹാബികളോ താബീയങ്ങളോ തബഉ താബീയങ്ങളോ ഈ ഉമ്മത്തിലെ അയിമ്മത്തുകളോ ആരും കാണിക്കാത്ത ഈ ഏർപ്പാട് പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമൂഹത്തെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്? സമൂഹത്തെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? എന്നാൽ അറിയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഗൗരവം ഓർമ്മപ്പെടുത്തി, ഇത് യഹൂദ ക്രൈസ്തവരുടെ ഏർപ്പാടാണ്. മുസ്ലിം ഉമ്മത്ത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിൻ്റെ സന്ദർഭത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ,
യഹൂദ ക്രൈസ്തവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അംബിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി. ലൗലാ ദാലിക ഉബ്രിസ ഖബ്റുഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചും ഇതേ കാര്യം മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വെളിവാക്കാതിരുന്നത്, വീട്ടിൽ തന്നെ ആയത്, അതിൻ്റെ മറ നീക്കം ചെയ്യാതിരുന്നത്. ഗൈറ അന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, അതൊരു മസ്ജിദായി സ്വീകരിക്കപ്പെടുമോ എന്ന ഭയപ്പാട് കൊണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, അമ്പിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? മഹാനായ ഇമാം അത്തൂരിബിഷ്തിയു റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നതായി ധാരാളം പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഇവിടെ അമ്പിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ട് നിലക്കാണത്. ഒന്ന്, അഹദുഹുമ, അതിലൊന്ന് കാനു യസ്ജുദൂന ലിഖുബൂരിൽ അംബിയാഇ തഅദീമൻ ലഹും വഖുസിദൽ ഇബാദത്തു ഫീ ദാലിക്, അവരിൽ പലരും അമ്പിയാക്കളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരോടുള്ള ആദരവ് കാണിക്കുവാൻ വേണ്ടി, അവരെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി അമ്പിയാക്കളുടെ ഖബറിൻ്റെ അടുക്കൽ പോയി അവിടെ സുജൂദ് ചെയ്തിരുന്നു. ആ നിലക്ക് അമ്പിയാക്കൾക്ക് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്, അത് അവർക്കുള്ള ഇബാദത്താണ്. ആ നിലക്ക് ഒരു ഇബാദത്ത് തന്നെ അവർ ചെയ്തു അമ്പിയാക്കൾക്ക്. വസാനീഹിമ, രണ്ടാമത്തത് എന്താണ്? അന്നഹും കാനു യതഹറൗന സ്വലാത്ത ഫീ മദാഫിനിൽ അംബിയ, അമ്പിയാക്കളെ ദഫൻ ചെയ്യപ്പെട്ട അവരെ ഖബറടക്ക സ്ഥലങ്ങളിൽ അവർ നമസ്കരിക്കാൻ താല്പര്യം കാണിച്ചു. നമസ്കാരം ആർക്ക് തന്നെ? അള്ളാഹുവിന് തന്നെയാണ്. പക്ഷെ അവർ ഖബറിടങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, മക്ബറകളെ തിരഞ്ഞെടുക്കുകയാണ്. കാരണം അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ അവിടെ പ്രത്യേക പോരിശയുണ്ട് ഇബാദത്തുകൾക്ക്, അവിടെ പ്രത്യേക ബറക്കത്തുണ്ട് എന്നവർ വിചാരിച്ചു. വത്തവജ്ജുഹ ഇലാ ഖുബൂരിഹിം ഫീ ഹാലത്തി സ്വലാഹ്, നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ അവർ ഖബറുകളുടെ നേരെ തിരിഞ്ഞു. അതേപോലെ തന്നെ വൽ ഇബാദത്തിലില്ല, അള്ളാഹുവിനുള്ള എല്ലാ ഇബാദത്തുകളും അവർ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ചെയ്യാൻ അവർ താല്പര്യം കാണിച്ചു. നവറൻ മിൻഹും, എന്തായിരുന്നു അവർ ധരിച്ചിരുന്നത്? അവർ ധരിച്ചിരുന്നത് അന്ന ദാലിക സനീഅ അഅ്ളമു മൗഖിഅൻ ഇൻദല്ലാഹ്, അങ്ങനെ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്വീകരിക്കപ്പെടുന്നതാകുന്നു. അമ്പിയാക്കളെ ആദരിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവരുടെ ഖബറിടങ്ങളെ ബഹുമാനിച്ചാൽ, സ്വാലിഹീങ്ങളുടെ ഖബറിടങ്ങളെ ബഹുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇബാദത്തുകൾ, സ്വലാത്തുകളൊക്കെ കൂടുതൽ സ്വീകരിക്കപ്പെടും, അതിന് പ്രത്യേക ബറക്കത്തുണ്ട് എന്നവർ കരുതി. വകില ത്വരീഖൈനി ഗൈറു മർദിയത്തിൻ, ഈ രണ്ട് രീതിയും ശരിയല്ല. ഒന്ന്, അമ്പിയാക്കളോട് നേർക്ക് നേരെ അവർക്ക് ഇബാദത്ത് ചെയ്യുക, അവർക്ക് സുജൂദ് ചെയ്യുക, അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുക, അവിടെ തവാഫ് ചെയ്യുക, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അവരോട് സഹായം തേടുക, ഇത് നേർക്ക് നേരെയുള്ള അവർക്കുള്ള ഇബാദത്താണ്. രണ്ടാമത്തത്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ലെങ്കിലും, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും, അവർക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നില്ലെങ്കിലും അവിടെ വെച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്താൽ വരെ അതിന് പ്രത്യേക ബറക്കത്തുണ്ട് എന്ന് കരുതിയിട്ട് മക്ബറകളെ, ജാറങ്ങളെ ബറക്കത്തിൻ്റെ കേന്ദ്രമായി കരുതുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വ അമ്മൽ അവ്വലു, ഒന്നാമത്തത് ഫഷിർക്കുൻ ജലിയുൻ, വ്യക്തമായ ഷിർക്കാണ്. ഖബറിൻ്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യൽ വ്യക്തമായ ഷിർക്കാണ്. വ അമ്മ സാനിയ, ഇനി രണ്ടാമത്തതാകട്ടെ, ഫലിമാ ഫീഹ മിൻ മഅനൽ ഇശ്റാകി ബില്ലാഹി അസ്സ വജൽ വ ഇൻ കാന ഖഫിയൻ, അത് ചെറിയ ഷിർക്കുമാണ്. അവിടെയും അള്ളാഹുവിൽ പങ്കു ചേർക്കലുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നുകിൽ ഷിർക്കുൻ അക്ബറാണ്, അല്ലെങ്കിൽ ഷിർക്കുൻ അസ്ഗറാണ്, ഷിർക്കിലേക്ക്, വലിയ ഷിർക്കിലേക്ക് നയിക്കുന്ന വസീലയാണ്. രണ്ടും പാടില്ലാത്തതാണ്. ഇത് യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ടാവട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് മഹാനായ ഇമാം അത്തീബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളതും. അദ്ദേഹം പറയുന്നത്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മിർഖാത്തുൽ മഫാത്തിഹിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഖാല തീബിയു, ഇമാം തീബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയത്ത് യഹൂദ ക്രൈസ്തവരെക്കുറിച്ച് പറയാനുള്ള കാരണം, അറഫ അന്നഹു മുർത്തഹിലുൻ, താൻ മരണപ്പെടുകയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് തിരിച്ചറിവുണ്ടായി. വഖാഫ മിനന്നാസി അൻ യുഅദ്ദിമു ഖബ്റഹു കമാ ഫഅലൽ യഹൂദു വന്നസാറ, യഹൂദ ക്രിസ്ത്യാനികൾ ഖബറുകൾ ആദരിച്ചതുപോലെ, ബഹുമാനിച്ചതുപോലെ നബിയുടെ ഖബർ ആദരിക്കപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഭയപ്പെട്ടു. ഫഅറള ബിലഅനിഹിം കൈ ലാ യഅമലു മഅഹു ദാലിക്,
അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ശപിച്ചുകൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ട്? ഈ ഉമ്മത്തിലുള്ള ആളുകൾ അപ്രകാരം ചെയ്യാതിരിക്കുവാൻ വേണ്ടി. ഇനി സബബു ലഅനിഹിം ഇമ്മാലി അന്നഹും കാനൂ യസ്ജുദൂന ലിഖുബൂരി അംബിയാഇഹിം തഅദീമൻ ലഹും വദാലിക ഹുവ ശിർക്കുൽ ജലി. അമ്പിയാക്കളോടുള്ള മഹത്വം കാരണത്താൽ അവരെ ആദരിക്കാൻ വേണ്ടി അവരുടെ ഖബറുകൾക്ക് സുജൂദ് ചെയ്യുക, ഇത് വലിയ ശിർക്കാകുന്നു. അല്ലെങ്കിൽ വ ഇമ്മാലി അന്നഹും കാനൂ യത്തഖിദൂന സ്വലാത ലില്ലാഹി തആല ഫീ മദാഫിനിൽ അംബിയാ വസ്സുജൂദ അലാ മഖാബിരിഹിം വത്തവജ്ജുഹ ഇലാ ഖുബൂരിഹിം ഹാലത്ത സ്വലാ നളറൻ മിൻഹും ബിദാലിക ഇലാ ഇബാദത്തില്ലാ വൽ മുബാലഗത്തി ഫീ തഅദീമിൽ അംബിയാ. അല്ലെങ്കിൽ രണ്ടാമത് ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള നമസ്കാരത്തിനും മറ്റും കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ള നിലക്ക് ഇബാദത്തുകൾ ചെയ്യുവാനും മറ്റും ഖബറുകളെ ലക്ഷ്യമാക്കുക, അവിടേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, അവിടേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക, ഇതെല്ലാം അവർ ചെയ്തിരുന്നു. വദാലിക ഹുവ ശിർക്കുൽ ഖഫി, അതാകട്ടെ ചെറിയ ശിർക്കുമാകുന്നു. രണ്ടാണെങ്കിലും ഷിർക്കിൻ്റെ ഏർപ്പാടാണ്. ചെറുതും വലുതുമായ എല്ലാ ഷിർക്കിൽ നിന്നും മുക്തമാകുവാനാണല്ലോ ഈ ഉമ്മത്ത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ ഖബറുകളെ ആദരിക്കുക, അവിടെ പോയി സുജൂദ് ചെയ്യുക, അവിടെ പോയി അവരോട് പ്രാർത്ഥിക്കുക, സങ്കടങ്ങളെല്ലാം അവരോട് പറയുക, അവരിൽ നിന്നുള്ള ബർക്കത്തിനെ തേടുക, ഇതെല്ലാം തന്നെ വലിയ ശിർക്കാണ്. അതേപോലെ തന്നെ ഇനി അള്ളാഹുവിനുള്ള ഇബാദത്തുകളാകട്ടെ, അത് അമ്പിയാക്കളുടെ ഖബറിൻ്റെ അടുക്കൽ പോയി ചെയ്താൽ അത് കൂടുതൽ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകുമെന്ന് കരുതിയിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാനും തുടങ്ങുവാനും മക്കാമുകളെ, മക്ബറകളെ, ജാറങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആ അർത്ഥത്തിലാണെങ്കിൽ പോലും, ഇനി അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പോലും അതും ചെറിയ ശിർക്ക് തന്നെയാണ്. ഈ രണ്ട് കാരണത്താലും യഹൂദ ക്രൈസ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു, പ്രവാചകൻ പഠിപ്പിച്ചില്ല, സ്വഹാബികൾ മനസ്സിലാക്കി തന്നില്ല. എന്നിരിക്കെ അള്ളാഹുവിൻ്റെ ശാപം ലഭിച്ച യഹൂദ ക്രൈസ്തവരുടെ ഈ പാരമ്പര്യം മുസ്ലിം ഉമ്മത്തിൽ നടപ്പിലാക്കാൻ ആരാണ് ഈ സമൂഹത്തിന് അനുവാദം കൊടുത്തത്? പണ്ഡിതന്മാരെന്നും പുരോഹിതന്മാരുമെന്നും അറിയപ്പെടുന്ന, ഉസ്താക്കന്മാരെന്നും മുസ്ലിയാക്കന്മാരെന്നും എല്ലാം അറിയപ്പെടുന്ന ആളുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഹൂദ ക്രൈസ്തവരുടെ ഈ പാരമ്പര്യം മുസ്ലിം ഉമ്മത്തിൽ പ്രാവർത്തികമാക്കുന്നത്, അത് പ്രോത്സാഹിപ്പിക്കുന്നത്, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? ഇസ്ലാമിലില്ല, ഖുർആനിലില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഉത്തമ തലമുറയിൽ ആർക്കും തന്നെ ഇങ്ങനെ ഒരു ജാറ സമ്പ്രദായം, മക്ബറ സമ്പ്രദായം, മക്കാം സമ്പ്രദായം ഇല്ല. എന്നിരിക്കെ ഇവിടെ ആളുകൾ ഹജ്ജിന് പോകുന്നത് പോലും ജാറത്തിൽ പോയിക്കൊണ്ടാണ്, ഖബറിൽ പോയിക്കൊണ്ടാണ്, അവിടെ പോയി ബറക്കത്തെടുത്തുകൊണ്ടാണ്. ആരാണിത് നമ്മളെ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഏത് ജാറത്തിലാണ് പോയത്? ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഏത് ജാറത്തിൽ നിന്നാണ് അവർ തുടങ്ങിയിട്ടുള്ളത്? താബിയങ്ങളും തബൂത്താബിയങ്ങളും ഈ ഉമ്മത്തിലെ അയിമ്മത്തുകളും എല്ലാവരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഏതെല്ലാം മക്കാമുകളിൽ പോയതിന് ശേഷമാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്? അപ്പോൾ തീർത്തും യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യം മുസ്ലിം ഉമ്മത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് ആരാണ്? അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് ആരാണ്? എന്ത് താല്പര്യമാണ് അവർക്കുള്ളത്? ഇത് വ്യക്തമാക്കപ്പെടേണ്ടതില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ് അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ് ഇന്നി അൻഹാകും അൻ ദാലിക്. നിങ്ങൾക്ക് മുമ്പുള്ള യഹൂദ ക്രൈസ്തവർ അംബിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി. അള്ളാഹുവിനുള്ള ഇബാദത്ത് അവർ അവിടെ വെച്ച് ചെയ്തു ബറക്കത്തിനു വേണ്ടി. ഒരു വേള അവർ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഞാനിതാ ആ കാര്യം നിങ്ങൾക്ക് വിലക്കുന്നു എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്? ഈ ഉമ്മത്തിന് ഹറാമല്ലേ അത്? മാത്രമല്ല അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താണ്? ഉലൈക ഖൗമുൻ ഇദാ മാത ഫീഹിമുൽ അബ്ദു സ്വാലിഹ് അവിർ റജുലു സ്വാലിഹ് ബനു അലാ ഖബ്രിഹി മസ്ജിദ വസവറു ഫീഹി തിൽക സുവർ ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. ഒരു സാലിഹായ വ്യക്തി മരണപ്പെട്ടാൽ ഉടനെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട ഒരു പള്ളി ഉണ്ടാക്കലായി, പിന്നീട് അവിടെ ഇബാദത്തുകളായി, അതിനെ മസ്ജിദായി സ്വീകരിക്കലായി, അവരുടെ രൂപവും ചിത്രവും ഉണ്ടാക്കലായി. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശക്കാരായ സൃഷ്ടികളാകുന്നു അവർ. ഏറ്റവും മോശം സൃഷ്ടികളാണവർ. ഖബറുകളെ ആരാധനാ സ്ഥലമാക്കുന്നവർ, ബറക്കത്തെടുക്കാനുള്ള സ്ഥലമാക്കുന്നവർ, അവിടെയുള്ള ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. എന്നാൽ നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്നത് എന്താണ്? അമ്പിയാക്കളോടും മൗലിയാക്കളോടുമൊക്കെ നേർക്ക് നേരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കളുടെ അർവാഹുകളാണ്, സാലിഹീങ്ങളുടെ അർവാഹുകളാണ്, അമ്പിയാക്കളുടെ അർവാഹുകളാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കാത്ത ശുദ്ധമായ ഖുറാഫാത്ത്, ഷിർക്കിൻ്റെ വാദം അവർ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. CM മടവൂരിനെ പോലെയുള്ള ആളുകൾ, ഇവർ വലിയകളെന്ന് കൊട്ടിഘോഷിക്കുന്ന ആളുകൾ,
ഇവരെല്ലാമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ സങ്കടങ്ങളും അവരോടാണ് പറയേണ്ടത്. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അവരോട് പറഞ്ഞോളൂ, അവർ നിങ്ങൾക്ക് തീർത്തു തരും. അള്ളാഹു എല്ലാ കാര്യങ്ങളും അവരെയാണ് ഏൽപ്പിച്ചത് എന്ന് പ്രചരിപ്പിച്ച് ശുദ്ധമായ ഷിർക്കിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലുള്ള ആളുകൾ മക്കാമുകളിലേക്ക്, ജാറങ്ങളിലേക്ക് പോകുന്നത് ഈ രണ്ട് ഉദ്ദേശാർത്ഥവുമാണ്. ഒന്ന്, ആ ജാറങ്ങളിൽ മറമാടപ്പെട്ട വലിയകളോട് തന്നെ നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മക്കളെ തരണമേ, ഹജ്ജിൻ്റെ യാത്ര എളുപ്പമാക്കി തരണമേ, അതേപോലെ തന്നെ ഗൾഫിലെ ജോലി നന്നാക്കി തരണമേ, കുടുംബത്തിൽ ഖൈറുണ്ടാക്കണമേ, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് തുടങ്ങിയിട്ട് മരിച്ചുപോയ മഹാന്മാരോട് നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഖബറിൻ്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുന്നു, ഖബറിന് തവാഫ് ചെയ്യുന്നു, ഈ തിന്മകളൊക്കെ ചെയ്യുന്നു. അതിനു പുറമെ ഏത് നല്ല കാര്യങ്ങളും ജാറത്തിൽ നിന്നും തുടങ്ങുക, മക്കാമിൽ പോയി തുടങ്ങുക, അവിടെ നേർച്ചകളും ഉത്സവങ്ങളും നടത്തുക. ഇതെല്ലാം തന്നെ പച്ചയായ ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളാണ്. വലിയ ഷിർക്കും ചെറിയ ഷിർക്കും എല്ലാം കൂടിക്കലർന്ന ഈ ഒരു ഏർപ്പാട്, ഇസ്ലാം വിലക്കിയ ഏർപ്പാട് അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സമൂഹത്തിൽ നടപ്പിൽ വരുത്തുന്നത്? ആളുകൾ അതിന് പ്രോത്സാഹിപ്പിക്കുന്നത്? ആരാണ് അധികാരം തന്നത് യഹൂദ ക്രൈസ്തവരുടെ ഈ പാരമ്പര്യം ഈ ഉമ്മത്തിൽ നടപ്പിലാക്കാൻ? അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും നിശിതമായി ശക്തമായി എതിർത്തിട്ടുള്ളത്. ലാ തുസല്ലു ഇലൽ ഖുബൂർ, ഖബറിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥിക്കുമ്പോൾ ഖിബിലയുടെ നേരെ തിരിഞ്ഞല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതല്ലേ സുന്നത്ത്? പക്ഷേ ധാരാളം ആളുകൾ ഖബറിൻ്റെ നേരെ തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നു, പലരും ഖബറാളികളോട് തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക വിരുദ്ധമായ കാര്യം. ഖബർ കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു, ഉയർന്നു നിൽക്കുന്ന മുഴുവൻ ഖബറുകളും നിരപ്പാക്കണമെന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നൽകപ്പെട്ട നിർദ്ദേശം. അദ്ദേഹം അത് അബുൽ ഹയ്യാജ് അൽ അസദി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പടത്തലവനും ഇതേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഖബറുകൾ ഉയർത്തപ്പെടാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബറു, ഖബർ ആ നിലക്ക് കുമ്മായമിടൽ, അതിനെ മിനുസപ്പെടുത്തൽ, വ അൻ യുബ്ന അലൈഹി, അതിൻ്റെ മേലെ ജാറമോ മക്കാമോ കുബ്ബയോ ഒക്കെ കെട്ടിപ്പൊന്തിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയതാണ്. ഈ വിലക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, എല്ലാ നിലക്കും ശിർക്കും ഹറാമുകളും ചെയ്തുകൊണ്ട്, അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട്, അതിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപകടകരമായ മറ്റെന്ത് കാര്യമാണുള്ളത്? ഹജ്ജിൻ്റെ സന്ദേശം പോലും ഏറ്റവും രസകരമായ എന്നാൽ വളരെയധികം ഭീതിപ്പെടുത്തുന്ന, ഗൗരവപ്പെടുത്തുന്ന വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഹജ്ജിന് പോകുന്നത് പോലും പല ആളുകളും ജാറത്തിൽ പോയിക്കൊണ്ടാണ്. എന്തൊരു വിരോധാഭാസമാണ് എന്ന് നോക്കുക. പരിശുദ്ധ കഅബാലയം സ്ഥാപിക്കപ്പെട്ടതുപോലും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞത്, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ഷൈഅ. ഒന്നാമത്തെ നിർദ്ദേശം അതാണ്. കഅബാലയത്തിൻ്റെ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒരു നിലക്കും എന്നിൽ പങ്കു ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അപ്രകാരം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനമാണത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അനുഗ്രഹീതമായ ലോകത്തിന് മുഴുവൻ മാർഗദർശനമായി നിലകൊള്ളുന്ന കഅബാലയം. ആ കഅബാലയത്തിൽ പോയിക്കൊണ്ടുള്ള തൽബിയത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അല്ലാഹുവേ, നിനക്ക് യാതൊരു നിലക്കും പങ്കുകാരനില്ല, നീ മാത്രമാകുന്നു ആരാധ്യൻ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു, രാജാധിപത്യം നിനക്കാണ്, സർവ്വസ്തുതിയും നിനക്കാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൽബിയത്ത്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളായിരുന്ന ആളുകൾ അവർ ഹജ്ജിൻ്റെ ആശയത്തെ, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ആശയം ആയിരുന്നു അവരുടെ തൽബിയത്തിലുണ്ടായിരുന്നത്. അവരെന്താ പറഞ്ഞത്? ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അവരുടെ തൽബിയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അവർ പറയുന്നത്, അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല, എന്നാൽ ചില പങ്കുകാരുണ്ട്, പക്ഷെ അവർ സ്വതന്ത്രരല്ല, നിൻ്റെ കീഴിലുള്ള നിൻ്റെ അടിമകളാണ്, നീ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന ചിലരുണ്ട്. ഇവിടെ പലരും പറഞ്ഞു നടക്കുന്നത് അതാണല്ലോ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ അള്ളാഹു ഔലിയാക്കളുടെ അർവാഹുകളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് വലിയകളോടും ഔലിയാക്കളോടുമൊക്കെ യഥേഷ്ടം വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് തന്നെയാണ് മക്കാ മുശ്രിക്കുകളും പറഞ്ഞത്. അള്ളാഹുവേ, നീ കൊടുത്ത കഴിവുകൊണ്ട് നിൻ്റെ കീഴിലുള്ള ചില അടിമകളുണ്ട്. അത് ഹജ്ജിൻ്റെ ആശയത്തിനെതിരായിരുന്നു.
അതുകൊണ്ട് അവർ തൽബിയത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം, ഖദ് മതി, ലാ ശരീക ലക്ക്, പങ്കുകാരില്ല അള്ളാഹുവിനെ എന്നിടത്ത് നിങ്ങൾ നിർത്തണം. അല്ലാതെ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നവരൊന്നും ആ രൂപത്തിലുള്ള പങ്കുകാരെന്നുള്ള നിങ്ങളുടെ വിശദീകരണം അവസാനിപ്പിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഹജ്ജിൻ്റെ താല്പര്യത്തെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച തൽബിയത്തിനെ, മക്കാ മുശ്രിക്കുകൾ ചൊല്ലിയ തൽബിയത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊരു ആശയം കൊണ്ടാണോ എതിർത്തത്, അതേ കാര്യം വിശ്വസിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഹജ്ജിന് പോകുന്നത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അത് അനുവദനീയമാണ് എന്ന് പറയുന്നു. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളുമൊക്കെ അള്ളാഹുവിനോട് തന്നെ പറയണമെന്നില്ല. അമ്പിയാക്കളോടും മൗലിയാക്കളോടും വലിയകളോടും എല്ലാം നമ്മളുടെ എല്ലാ വിഷയങ്ങളും പറയാം. അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അള്ളാഹു അവരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെയുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, യാതൊരു പ്രമാണവുമില്ലാത്ത ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ശിർക്കൻ വിശ്വാസങ്ങളുമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി, ശുദ്ധമായ തൗഹീദ് സ്ഥാപിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച മഹത്തായ ഇബാദത്തായ ഹജ്ജിൻ്റെ യാത്രകൾക്ക് വേണ്ടി പോലും ജാറങ്ങളിൽ പോയിക്കൊണ്ട് ചെയ്യുന്നത് എന്തുമാത്രം വലിയ വിരോധാഭാസമല്ല. അത് ഇസ്ലാമിനെ പരിഹസിക്കലാണ്, അത് തൗഹീദിനെ പരിഹസിക്കലാണ്, അത് ഹജ്ജ് എന്ന മഹത്തായ ഇബാദത്തിനെയും പരിഹസിക്കലാണ് എന്ന് നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ദുആ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ റബ്ബേ. ലാ തജ്അലു ഖബ്രി ഈദ, എൻ്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജാറങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, മക്ബറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതായ കാര്യങ്ങളൊക്കെ തന്നെ അനിസ്ലാമികമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അവിടെ എല്ലാ നിലക്കുമുള്ള ശിർക്ക് ഉണ്ടാവുന്നുണ്ട്, വലിയ ശിർക്കും ചെറിയ ശിർക്കും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഒട്ടനവധി ഹറാമുകളുടെ സ്ഥലമാണത്. അതുമായി ബന്ധപ്പെട്ട ഒന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഖബറിടങ്ങളെ സന്ദർശിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണത്? ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട്, അവർക്ക് പുറത്തു കൊടുക്കാനും അവർക്ക് കാരുണ്യം കിട്ടാനും വേണ്ടി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്. അതുപോലെ തന്നെ നമുക്ക് പരലോകത്തെയും മരണത്തെയും എല്ലാം ഓർക്കാൻ വേണ്ടി ഇതിനപ്പുറത്ത് ഖബർ കെട്ടിപ്പൊന്തിക്കുക, അവിടെ പോയി പ്രത്യേകം ഇബാദത്തുകൾ ചെയ്യുക, അവിടെ പോയി ബറക്കത്തെടുക്കുക, ഖബറാളികളോട് പ്രാർത്ഥിക്കുക, അവിടെ സുജൂദ് ചെയ്യുക, അവിടെ ത്വവാഫ് ചെയ്യുക, ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ ശക്തമായ ഭാഷയിൽ വിലക്കിയതാണ്. മുസ്ലിം ഉമ്മത്തിലെ അയിമ്മത്തുകൾക്ക് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ജാറുമായി ബന്ധപ്പെട്ട, മഖാമുമായി ബന്ധപ്പെട്ട മുഴുവൻ സംസ്കാരങ്ങളും യഹൂദരുടേതാണ്, ക്രൈസ്തവരുടേതാണ്. അത് വിഗ്രഹാരാധനയോട് യോജിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അത് വിഗ്രഹാരാധനയോട് യോജിക്കുന്ന അതേ കാര്യം തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ ഇത് പാടില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ജാറവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. അവിടെ പോയി ബറക്കത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. അത് യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യമാണ്. അതാണ് പല ആളുകളും മനഃപൂർവ്വം ജനങ്ങളെ പഠിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത്. പലരും ഇസ്ലാമിലെ മഹത്തായ ഇബാദത്തുകൾ പോലും ഈ ശിർക്ക് ചെയ്തുകൊണ്ട് നശിപ്പിക്കുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സമൂഹം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളവരായിരിക്കണം, ബോധ്യമുള്ളവരായിരിക്കണം. ചെറുതും വലുതുമായ എല്ലാ ശിർക്കുകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം. ജാറം മക്കാം സംസ്കാരമൊന്നും ഇസ്ലാമിന് യോജിച്ചതല്ല, മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ വിളിച്ചു പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതെല്ലാം പല ആളുകളും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയ ശിർക്കൻ വിശ്വാസങ്ങളാണ്. അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സത്യം സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.